പാകിസ്ഥാന് കനത്ത തിരിച്ചടിയായി ലഷ്കർ ഇ തോയ്ബയുടെ ഭീകരനെ അജ്ഞാതർ വധിച്ചു എന്ന വാർത്ത ഇന്ന് പുറത്തു വന്നതാണ്. അജ്ഞാതന്റെ വെടിയേറ്റ് ഇയാൾ മരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വന്നത്. ഭീകര സംഘടനയായിട്ടുള്ള ലഷ്കർ ഇ തോയ്ബയ്ക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള ഹാഫിസ് സെയ്ദിന് എന്ത് സംഭവിച്ചു എന്നാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പല പാകിസ്ഥാൻ മാധ്യമങ്ങളുടെയും റിപ്പോർട്ട് പ്രകാരം ഹാഫിസ് സെയ്ദ് ഗുരുതരാവസ്ഥയിലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇയാളുടെ കൂടെ പാകിസ്ഥാനിലെ ഭീകര സംഘടനയായിട്ടുള്ള നമ്മൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീകരൻ അബു ഖത്തർ സിന്ധി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ അയാളുടെ കൂടെ ഇപ്പോൾ ഹാഫിസ് സെയ്ദിനും പരിക്കേറ്റിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇന്ത്യയിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളിൽ ഈ ഹാഫിസ് സെയ്ദിനും അബു ഖത്തലിനും പങ്കുണ്ടായിരുന്നു. എന്തായാലും ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി NIA പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അബു ഖത്തലിനെ NIA പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സൈന്യം ഉൾപ്പെടെയുള്ള എല്ലാ സുരക്ഷാ ഏജൻസികൾക്കും ഇതൊരു വലിയ തലവേദനയായി മാറിയിരുന്നു. ഭീകരനായ അബു ഖത്താർ ഹാഫിസ് സെയ്ദിന്റെ അടുത്ത അനുയായിയായാണ് കണക്കാക്കപ്പെടുന്നത്. ഹാഫിസ് സെയ്ദ് എന്ത് ദൗത്യമുണ്ടെങ്കിലും ആദ്യം അബു ഖത്തലിനെയാണ് ഏൽപ്പിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മുംബൈ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായി കരുതപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ഹാഫിസ് സെയ്ദ് എന്ന് പറയുന്നത്. 26/11 മുംബൈ ഭീകരാക്രമണത്തിൽ 166 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് കാരണം ഹാഫിസ് സെയ്ദാണ്. അന്ന് മുതൽ ഈ ഹാഫിസ് സെയ്ദ് എന്ന് പറയുന്ന ഭീകരനെ ഇന്ത്യ നോട്ടമിട്ടിരിക്കുകയാണ്. ആ ഭീകരനടക്കം ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇയാൾ കൊല്ലപ്പെട്ടിട്ടില്ല, മറിച്ച് ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റ് ഇയാളെ ആശുപത്രിയിലേക്ക് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നാണ് പല പാകിസ്ഥാനി മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ലഷ്കർ ഇ തോയ്ബയിൽ നിന്നുള്ള 10 പാകിസ്ഥാൻ ഭീകരർ മുംബൈയിലെ പല സ്ഥലങ്ങളിലും ഒരേ സമയം ഭീകരാക്രമണങ്ങൾ നടത്തിയ ഒരു സംഭവമായിരുന്നു നമ്മൾ 26/11 കണ്ടത്. ഈ സംഭവം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാക്കുകയും യുദ്ധ സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ നീട്ടുകയും ചെയ്തു. എന്തായാലും ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായ ഹാഫിസ് സെയ്ദും ഇപ്പോൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ചില റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു. എന്നിരുന്നാലും ഈ അവകാശവാദം സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തിൽ ചൂടേറിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ജമാഅത്ത് ഉദ് ദവയുടെ തലവനും മുംബൈ ആക്രമണത്തിലെ സൂത്രധാരനുമായ ഹാഫിസ് സെയ്ദ് പാകിസ്ഥാനിലെ ധലം മേഖലയിൽ കൊല്ലപ്പെട്ടതായാണ് നിരവധി പേർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അജ്ഞാതരായിട്ടുള്ള തോക്കുധാരികൾ ആക്രമണം നടത്തുമ്പോൾ ഹാഫിസ് സെയ്ദും അബു ഖത്തലിന്റെ കാറിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിൽ ഹാഫിസ് സെയ്ദിന് ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹത്തെ റാവൽപിണ്ടിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹം മരിച്ചതെന്ന് അവകാശപ്പെടുന്നു. എന്നിരുന്നാലും ഈ റിപ്പോർട്ട് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. ജൂൺ 9 ജമ്മു കശ്മീരിൽ ഒരു ഭീകരാക്രമണം നടന്നിരുന്നു. ശിവ് ഘോടി ക്ഷേത്രത്തിൽ നിന്നും മടങ്ങുകയായിരുന്ന തീർത്ഥാടകരുടെ ബസ്സിന് നേരെ ഭീകരർ ആക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തിന്റെ സൂത്രധാരനും അബു ഖത്തർ സിന്ധിയായിരുന്നു. ഇതിനു പുറമെ നിരവധി ഭീകരാക്രമണങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന് കരുതുന്നു. അയാളെയാണ് ഇന്ന് അജ്ഞാതർ വധിച്ചിരിക്കുന്നത്. അജ്ഞാതർക്ക് ഉന്നം തെറ്റിയില്ല. ഹാഫിസ് സെയ്ദും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു. ഹാഫിസ് സെയ്ദ് ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഇപ്പോൾ ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.